രാജ്യത്ത് രണ്ടാം തലമുറ ജി പരിഷ്കാരം പ്രഖ്യാപിച്ചു. ഘടനയിൽ വലിയ ഭേദഗതികളാണ് വരുത്തിയിട്ടുള്ളത്. 5%, 18% എന്നിങ്ങനെ നികുതി നിരക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിത്യോപയോഗ സാധനങ്ങൾക്കും കാറുകൾക്കും മൊബൈൽ ഫോണിനും ഗാർഹികോപകരണങ്ങൾക്കുമെല്ലാം വില കുറയുമെന്ന് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പറയുന്നു. ഹെയർ ഓയിൽ, ഷാംപൂ, സോപ്പ്, ടൂത്ത്പേസ്റ്റ്, ബ്രഷ്, ഷേവിംഗ് ക്രീം തുടങ്ങിയ വസ്തുക്കളുടെ നികുതി 18%-ൽ നിന്ന് കേവലം 5%-ആക്കിയിട്ടുണ്ട്. ബട്ടർ, നെയ്യ് തുടങ്ങിയ പാലുൽപ്പന്നങ്ങളുടെ നികുതി 12%-ൽ നിന്ന് 5%-ആക്കി. ഹെൽത്ത് ഇൻഷുറൻസിന് നമ്മൾ 18% നികുതി നൽകിയിരുന്നു. ഇതുവരെ ആ നികുതി പാടെ എടുത്തു കളഞ്ഞു. നോട്ട്ബുക്കുകൾ, ചാർട്ട് എന്നിവയ്ക്കൊന്നും ഇനി നികുതിയില്ല. ട്രാക്ടർ, ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് 12%-ൽ നിന്ന് വെറും 5%-ആക്കി. കാറ്, മോട്ടോർ സൈക്കിൾ, AC, ഫ്രിഡ്ജ്, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്നിവയുടെ നികുതി 28-ൽ നിന്ന് 18%-ആക്കി. ജിംനേഷ്യം, ബാർബർ ഷോപ്പ്, ബ്യൂട്ടി പാർലർ എന്നിവയുടെ സേവന നികുതി 18-ൽ നിന്ന് 5%-ആക്കി. നോക്കൂ, സാധാരണക്കാർ മുതൽ മധ്യവർഗം വരെയുള്ളവരെ ലക്ഷ്യം വെച്ചാണ് ഈ പരിഷ്കാരങ്ങൾ. നേരത്തെ 4 സ്ലാബുകളിലായിരുന്ന നികുതി ഘടന 2 സ്ലാബുകളാക്കിയിരിക്കുന്നു. അത്യാഡംബര വസ്തുക്കൾക്കും പുകയില ഉൽപ്പന്നങ്ങൾക്കും നേരത്തെ ഉണ്ടായിരുന്ന 40% നികുതി തുടരും. GST നടപ്പിലാക്കി 7 വർഷങ്ങൾക്ക് ശേഷം നികുതി ഘടനയിലെ അടിമുടി പരിഷ്കാരം എന്തിനാണ്? എങ്ങനെയാണ് ഇത് നമ്മുടെ നിത്യജീവിതത്തെ സഹായിക്കുക? 48,000 കോടി രൂപയുടെ നികുതി നഷ്ടം ഇതുവഴി സർക്കാരിന് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഈ നഷ്ടം സഹിച്ചും കേന്ദ്രം ഈ നികുതി കുറയ്ക്കുന്നത് എന്തിനാണ്? പലരും കരുതുന്നത് ട്രംപ് ഇന്ത്യൻ കയറ്റുമതിക്ക് തീരെ വർദ്ധിപ്പിച്ചതുകൊണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ തന്നെ വിറ്റഴിക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ്. അതും ഒരു ലക്ഷ്യമാണെങ്കിലും ഈ പരിഷ്കരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം അതൊന്നുമല്ല. സ്വതന്ത്ര ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ സാമ്പത്തിക പരിഷ്കാരങ്ങളായിരുന്നു നോട്ട് നിരോധനവും GST കൊണ്ടുവന്നതും. ഒരു രാജ്യം ഒറ്റ നികുതി എന്ന മുദ്രാവാക്യം അന്ന് മോദിയുടെ രാഷ്ട്രീയ എതിരാളികൾ വരെ സ്വീകരിച്ചു. മാർക്സിസ്റ്റ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായ മുൻ കേരള ധനമന്ത്രി തോമസ് ഐസക്കായിരുന്നു GST പരിഷ്കാരങ്ങളെ ആദ്യമായി കൈയടിച്ച് സ്വാഗതം ചെയ്തവരിൽ പ്രമുഖൻ. ഒറ്റ രാജ്യം ഒറ്റ നികുതി എന്ന ആശയം മൗലികമായി സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാതാക്കില്ലേ എന്ന ചോദ്യം അന്ന് ആരും പരിഗണിച്ചില്ല. സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുമായി വേണ്ടത്ര കൂടിയാലോചനയില്ലാതെ ബ്യൂറോക്രാറ്റുകളുടെ സഹായത്തോടെയായിരുന്നു GST നടപ്പാക്കിയത്. നികുതി ഘടന ലഘൂകരിക്കാൻ കൊണ്ടുവന്ന ഒറ്റ നികുതിയിലെ പലവിധ സ്ലാബ് ഘടന, ഒറ്റയടിക്ക് അടിച്ചേൽപ്പിക്കൽ എന്നിവ വൻതോതിൽ രാജ്യത്ത് വ്യാപാരികളെയും മറ്റും ദുരിതത്തിലാക്കി. അസംഘടിത മേഖലയിൽ വൻതോതിലുള്ള പ്രതിസന്ധിയും ഉണ്ടാക്കി. ഹോട്ടൽ ഭക്ഷണത്തിന് പോലും 18% നികുതി ചുമത്തപ്പെട്ടു. രാഹുൽ ഗാന്ധി GSTയെ വിശേഷിപ്പിച്ചത് ഗബ്ബർ സിംഗ് ടാക്സ് എന്നാണ്. ഷോലെ എന്ന ചിത്രത്തിൽ അംജദ് ഖാൻ അവതരിപ്പിച്ച കൊള്ളക്കാരനായ ഗബ്ബർ സിംഗിനോട് ഈ നികുതി ഘടനയെ രാഹുൽ ഗാന്ധി ഉപമിക്കാൻ ഒരു കാരണമുണ്ട്. തലകുത്തനെയുള്ള നികുതി ഘടനയായിരുന്നു യഥാർത്ഥത്തിൽ GST. ഉദാഹരണത്തിന്, നിങ്ങളൊരു ഷൂ ഫാക്ടറി നടത്തുകയാണെന്ന് കരുതുക. ഷൂ നിർമ്മിക്കാനുള്ള ഉൽപ്പന്നങ്ങൾക്ക് നിങ്ങൾ 18% GST കൊടുക്കണം. നിങ്ങൾ ഷൂ ഉണ്ടാക്കി വിറ്റാൽ നിങ്ങൾക്ക് അതിന് ലഭിക്കുന്ന GST 5%-ആണ്. ഷൂ വാങ്ങുന്നയാൾ നിങ്ങൾ ഷൂ ഉണ്ടാക്കാനുള്ള ലെതർ വാങ്ങിയപ്പോൾ നൽകിയ നികുതിയും ഷൂ ഉണ്ടാക്കി വിൽക്കുമ്പോഴുള്ള നികുതിയും നൽകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഷൂ ഉണ്ടാക്കാനുള്ള ലെതർ 1000 രൂപയ്ക്ക് വാങ്ങിയപ്പോൾ 180 രൂപ നികുതി നൽകി. പക്ഷേ നിങ്ങൾ ഷൂ ഉണ്ടാക്കി 1500-ന് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് 75 രൂപയാണ്. ബാക്കി 105 രൂപ നിങ്ങൾക്ക് സർക്കാർ മടക്കി നൽകണം. ഈ പൈസ കിട്ടാൻ നിങ്ങൾ കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിക്കുമ്പോൾ അടുത്ത ഷൂ ഉണ്ടാക്കാനുള്ള സാധനം വാങ്ങാനുള്ള നിങ്ങളുടെ കയ്യിലെ പൈസയിൽ കുറവ് വരും. ഇതായിരുന്നു GSTയിലെ ഏറ്റവും വലിയ പ്രശ്നം. വലിയ ഉൽപ്പാദകരെ സംബന്ധിച്ച് ഇത് വലിയ പ്രശ്നമായിരുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ സംരംഭകത്വത്തിൽ ഏർപ്പെടുന്നതും ചെറുകിട വാണിജ്യ മേഖലയിലാണ്. അതിനെ ഈ പരിഷ്കാരം ദുർബലമാക്കി. ഈ പ്രശ്നം പരിഹരിക്കുന്നതാണ് ഈ പരിഷ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനം. ഇതൊരു ചെരുപ്പ് കമ്പനിയുടെ ഉദാഹരണമാണ്. ചെരുപ്പ് കമ്പനികൾ പൂട്ടിപ്പോയാൽ കുറേ പേർക്ക് തൊഴിൽ നഷ്ടമാകും. കുറേ ചെരുപ്പ് കമ്പനി ഉടമകളുടെ ജീവിതമാർഗവും ഇല്ലാതാകും. 42% മനുഷ്യർ കാർഷിക മേഖലയെ ആശ്രയിക്കുന്ന ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇതുണ്ടാക്കിയ പ്രതിസന്ധി വളരെ വലുതായിരുന്നു. ഉദാഹരണത്തിന്, വളം നിർമ്മിക്കുന്ന കമ്പനികൾ 18% നികുതി കൊടുത്ത് അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നു. 5% നികുതി ഈടാക്കി വളം വിൽക്കുന്നു. ബാക്കി 13% നികുതി തിരികെ കിട്ടാനുള്ള കാത്തിരിപ്പ് മൂലം ഇവർ ഉൽപ്പാദനം കുറച്ചു. ഇതോടെ വളം ക്ഷാമം രൂക്ഷമായി. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ കർഷകർക്കിടയിൽ ഉണ്ടായ വലിയ അസംതൃപ്തിക്കും രോഷത്തിനും കാരണം. ഇന്ത്യയിലെ കാർഷിക രംഗത്തുണ്ടാകുന്ന ചെറിയ മാറ്റം പോലും ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിൽ പ്രതിഫലിക്കും. ഈ രോഷത്തെ മറച്ചുവെക്കാൻ ഏറെക്കാലം കഴിയില്ലെന്ന് സർക്കാരിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ മനസ്സിലായി. ഇതോടെ അസംസ്കൃത വസ്തുക്കൾക്കും അതുപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങൾക്കുമുള്ള നികുതി ഏകീകരിക്കുകയോ വ്യത്യാസം കുറച്ചു കൊണ്ടുവരികയോ ചെയ്യുന്നു പുതിയ പരിഷ്കാരത്തിൽ. ഈ നികുതി പരിഷ്കരണത്തിന് പിന്നിൽ മറ്റ് ചില രാഷ്ട്രീയ സാമ്പത്തിക കാരണങ്ങൾ കൂടിയുണ്ട്. 2014 മോദി സർക്കാർ വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുമ്പോൾ എല്ലാ വിമർശനങ്ങൾക്കും അപ്പുറം
ഉറച്ച സാമ്പത്തിക നയങ്ങൾ കൈക്കൊള്ളുമെന്നും അതുവഴി ഇന്ത്യ വൻ സാമ്പത്തിക വളർച്ച നേടുമെന്നും എതിരാളികൾ പോലും പ്രതീക്ഷിച്ചിരുന്നു. GST നടപ്പാക്കാൻ തീരുമാനിച്ചത് അതുപോലെ ഉറച്ച ഒരു നയപരമായ തീരുമാനവുമായിരുന്നു. ഘട്ടം ഘട്ടമായി നടപ്പാക്കണമെന്ന മൻമോഹൻ സിംഗിന്റെ കാലത്തെ തീരുമാനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരുതരം അടിച്ചേൽപ്പിക്കലായിരുന്നു അന്ന് നടന്നത്. രാജ്യത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പലരും ഈ രീതിയെ വിമർശിച്ചു. അവരോടൊന്നും കൂടിയാലോചിക്കാതെ ഉദ്യോഗസ്ഥരെ മാത്രം ആശ്രയിച്ചാണ് മോദി GST നടപ്പാക്കിയത്. മോദിയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായ അരവിന്ദ് സുബ്രഹ്മണ്യം പോലും പിന്നീട് മോദിയുടെ സാമ്പത്തിക നയങ്ങളുടെ വിമർശകനായി മാറി. നോട്ട് നിരോധനത്തെ തുടർന്ന് തുടച്ചു മാറ്റപ്പെട്ട അസംഘടിത തൊഴിൽ മേഖലയും അനൗപചാരിക ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയും മൂലം നടുവൊടിഞ്ഞ ഇന്ത്യക്കാരുടെ മേലുള്ള മറ്റൊരു അശനിപാതമായിരുന്നു GST. ചെറുകിട സംരംഭകരെയും കാർഷിക മേഖലയെയും അത് തകർത്തു. രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമായി. ഇതിനിടെയാണ് കോവിഡ് വന്നത്. ഇതോടെ തകർച്ച പൂർണ്ണമായി. എന്നാൽ ഇതിനിടെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. കോവിഡ് മഹാമാരിക്കിടെ, അതായത് 2021-ൽ ഇന്ത്യ ബ്രിട്ടനെ മറികടന്ന് ലോകത്തെ 5ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി. അതെങ്ങനെയാണ് ഈ പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ ബ്രിട്ടനെ മറികടന്നു? അവിടെയാണ് ഇന്ത്യയുടെ സമ്പദ്ഘടനയുടെ യഥാർത്ഥ പ്രശ്നം ഒളിഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ GDPയിൽ 55% വരെ സംഭാവന ചെയ്യുന്നത് സേവന മേഖലയാണ്. IT, ഫിനാൻസ്, ബാങ്കിംഗ്, ഇൻഷുറൻസ്, ഇ-കൊമേഴ്സ്, ടെലികോം എന്നിവയാണ് അവയിൽ പ്രധാനം. ഇവയൊന്നും ഇന്ത്യയിലെ ജനസംഖ്യയ്ക്ക് വേണ്ടത്ര തൊഴിൽ ഉൽപ്പാദിപ്പിക്കുന്ന മേഖലകളല്ല. ഈ മേഖലകളിൽ തൊഴിലില്ല എന്നല്ല, ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം ജനങ്ങളും ഈ തൊഴിൽ മേഖലയിൽ തൊഴിൽ ചെയ്യാൻ വൈദഗ്ധ്യമുള്ളവരല്ല. അങ്ങനെ വൈദഗ്ധ്യമുള്ളവരായാലും അത്രയും പേർക്ക് ഈ മേഖലയിൽ തൊഴിൽ കിട്ടുകയുമില്ല. 2ാം സ്ഥാനത്ത് വ്യവസായ മേഖലയാണ്. അവയിൽ പ്രധാനം ഓട്ടോമൊബൈൽ, ഇലക്ട്രോണിക്സ്, ഊർജ്ജോൽപാദനം, കെമിക്കൽ ഇൻഡസ്ട്രി എന്നിവയാണ്. ഈ മേഖലയിലും ജോലി ചെയ്യാൻ രാജ്യത്തെ ബഹുഭൂരിഭാഗവും വിദഗ്ധരല്ല. വിദഗ്ധരായാലും അത്രയും പേർക്ക് ചെയ്യാനുള്ള ജോലി ഈ മേഖലയിലുമില്ല. രാജ്യത്ത് 46% പേർ ജോലി ചെയ്യുന്ന കാർഷിക മേഖലയാകട്ടെ രാജ്യത്തെ GDPക്ക് നൽകുന്ന സംഭാവന കേവലം 15%. ഇന്ത്യ നേരിടുന്ന തൊഴിലില്ലാ വളർച്ചയുടെ മറ്റൊരു ഉദാഹരണം കൂടി ചൂണ്ടിക്കാണിക്കാം. ഇന്ത്യൻ GDPയുടെ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന സേവന മേഖല ഫിനാൻസ് മേഖലയാണ്. ഉദാഹരണത്തിന് ഫോൺപേ, പേടിഎം പോലുള്ള ഫിൻടെക് കമ്പനികൾ പരമാവധി 20,000 പേർക്ക് മാത്രമേ തൊഴിൽ നൽകുന്നുള്ളൂ. പക്ഷേ ആ കമ്പനികൾ വഴിയുള്ള പണം കൈമാറ്റവും നമ്മുടെ GDPയിൽ പ്രതിഫലിക്കുന്നുണ്ട്. മറ്റൊരു ഉദാഹരണം സ്റ്റോക്ക് മാർക്കറ്റാണ്. അവിടെ വന്ന് മറിയുന്ന പണത്തിൻ്റെ അളവ് വലുതാണ്. വളരെ ചുരുങ്ങിയ കോടീശ്വരന്മാരുടെ പണം. അതിൻ്റെ മേൽ വരുന്ന സർവീസ് ചാർജുകൾ GDPയിൽ പ്രതിഫലിക്കും. എന്നാൽ ഉണ്ടാക്കുന്ന തൊഴിൽ വളരെ തുച്ഛമാണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഈ സാമ്പത്തിക വർഷത്തെ ടേൺ ഓവർ 20 ലക്ഷം കോടി രൂപയാണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ജോലി ചെയ്യുന്നതാകട്ടെ വെറും 2,000 പേർ മാത്രം. മനസ്സിലാക്കേണ്ടത്, ഓഹരി വിപണി കുതിച്ചാലും ഇടിഞ്ഞാലും, ഇന്ത്യൻ GDP വളർന്നാലും തളർന്നാലും, ഇന്ത്യ നാളെ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തി ആയാലും നമ്മുടെയൊന്നും ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാവാത്തത് അതുകൊണ്ടാണ്. ഈ GST പരിഷ്കരണം കൊണ്ട് മാത്രം ഇന്ത്യ ഇപ്പോൾ നേരിടുന്ന തൊഴിലില്ലാ വളർച്ച എന്ന പ്രശ്നം പരിഹരിക്കപ്പെടില്ല. അതിന് കാർഷിക മേഖലയിൽ തൊഴിൽ ഉൽപ്പാദിപ്പിക്കാൻ സർക്കാർ തയ്യാറാവണം. കുത്തകകളെ കാർഷിക മേഖലയിലേക്ക് കയറൂരി വിട്ട് ഉള്ള തൊഴിൽ ഇല്ലാതാക്കുന്നതല്ലാതെ ഈ GST പരിഷ്കരണം വഴി 42,000 കോടിയുടെ നികുതി നഷ്ടമുണ്ടാകുമെന്ന് സർക്കാർ തന്നെ പറയുമ്പോൾ ഇത് ഏറ്റവും അധികം ബാധിക്കുക ഈ നികുതി ആശ്രയിക്കുന്ന കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളെയാണ്. ഭൂരിഭാഗം ഉൽപ്പന്നങ്ങളും 18% നികുതി സ്ലാബിലായതിനാൽ സംസ്ഥാനങ്ങൾക്ക് വലിയ പ്രശ്നമില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. നികുതി കുറഞ്ഞതോടെ ഉപഭോഗം കൂടുമ്പോൾ വരുമാനം വർദ്ധിക്കുമെന്നും ചിലർ പ്രവചിക്കുന്നു. എന്നാൽ വില കുറഞ്ഞാലും ഇതൊക്കെ വാങ്ങാനുള്ള ശേഷി ഭൂരിഭാഗം പൗരന്മാർക്കും ഉണ്ടോ എന്നതാണ് യഥാർത്ഥ ചോദ്യം. പെട്രോളിന് വില കുറയ്ക്കാതെ പെട്രോൾക്കാരന് വില കുറച്ചാൽ എത്ര പേർ വാങ്ങും എന്ന ചോദ്യം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പ്രസക്തമാണ്. ട്രംപിൻ്റെ താരിഫ് ഭീഷണിക്കിടെയാണ് GST പരിഷ്കരണം എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇന്ത്യ ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്ന രാജ്യമായ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ഇല്ലാതായതോടെ അത് മറികടക്കുക എന്നതല്ല ഈ പരിഷ്കരണത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. അത് മറികടക്കാൻ അമേരിക്കയ്ക്ക് പകരം പുതിയ വ്യാപാര പങ്കാളികളെ കണ്ടെത്തുകയോ അമേരിക്കയുമായി ഒരു പുതിയ വ്യാപാര കരാർ ഉണ്ടാക്കുകയോ വേണം. അതിനുള്ള ശ്രമം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റൊരു ഭീഷണി കൂടി അതിലുണ്ട്. അമേരിക്കയ്ക്ക് ആവശ്യം അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കുക എന്നതാണ്. അങ്ങനെ ഉണ്ടായാൽ ഇന്ത്യൻ കർഷകരുടെ ആത്മഹത്യയ്ക്കാവും രാജ്യം സാക്ഷിയാവുക. എന്തായാലും കഴിഞ്ഞ 9 വർഷമായി നടുവൊടിഞ്ഞു കിടക്കുന്ന ഇന്ത്യയുടെ ചെറുകിട വാണിജ്യ മേഖലയെ നിവർന്നു നിൽക്കാൻ പുതിയ GST പരിഷ്കരണങ്ങൾക്കായാൽ അത് വലിയ നേട്ടമാണ്. എങ്കിൽ GST നേരെ ചൊവ്വേ നടപ്പാക്കാമായിരുന്നില്ലേ? ഈ പരിഷ്കരണം നേരത്തെയാക്കിക്കൂടായിരുന്നോ എന്നീ ചോദ്യങ്ങൾ പ്രസക്തമാണ്. പക്ഷേ സുഖപ്പെടുത്താൻ വേണ്ടി മുറിപ്പെടുത്തുന്നവനാണ് മോദി.